അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശുദ്ധ റമദാനിന് കൂടി സാക്ഷിയാകാൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ മാലാഖമാരുടെ സാന്നിധ്യം കൊണ്ട് എല്ലാ സമയവും അള്ളാഹുവിന് വേണ്ടി വ്രതമെടുത്തവനാണ് എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ച് സമയം ചിലവഴിക്കുന്ന വ്രതവിശുദ്ധിയുടെ ഒരു മാസമാണ് ഇനി അങ്ങോട്ട് നാം കടന്നു പോകാനുള്ളത്. ചില ഓർമ്മപ്പെടുത്തലുകൾ വിശുദ്ധ റമദാനിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഓരോ റമദാനുകളിലും ആവർത്തിച്ച് പറയാറുണ്ട്. അതിലേറ്റവും സുപ്രധാനമായ ഒരു സംഗതി, വിശുദ്ധ റമദാൻ എന്ന ഒരു മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായി അള്ളാഹുവിൻ്റെ ഓർമ്മകൾ അലതല്ലുന്ന അന്തരീക്ഷത്തോടു കൂടി നമുക്ക് നൽകിയത് വിശുദ്ധ ഖുർആൻ എന്ന ശ്രേഷ്ഠമായ ഗ്രന്ഥത്തിന്റെ അവതരണത്തോടു കൂടിയിട്ടാണ്. എന്താണ് വിശുദ്ധ ഖുർആൻ എന്ന് നമ്മുടെ മുമ്പിൽ പ്രത്യേകം പറയേണ്ടതില്ല. കാരണം നമ്മൾ ഓരോരുത്തരുടെയും വീടുകളിൽ ആളെണ്ണത്തിനനുസരിച്ചും അതിൽ കൂടുതലുമൊക്കെ വിശുദ്ധ ഖുർആൻ പ്രതികൾ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ തൗഹീദിന്റെ ഈരടികളുമായി മുഖറബായ സയ്യിദുൽ മലായിക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ഗാംഭീര്യമേറിയ വാക്കുകളുമായി കടന്നു വരാൻ തെരഞ്ഞെടുത്ത സമയമാണ് വിശുദ്ധ റമദാനിലെ ഒരു രാത്രിയുടെ അല്പസമയം എന്നത്. പക്ഷെ ആ ഒരു അല്പസമയം വിശുദ്ധ റമദാനാകുന്ന ഒരു മാസത്തിൽ ഉണ്ട് എന്നതുകൊണ്ട് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഒരു മാസത്തെ ആകമാനം അല്ലാഹു പരിഗണിച്ചത് ആ മാസത്തിൽ വിശുദ്ധ ഖുർആൻ അവതരിച്ചു എന്നതാണ്. വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് നടത്തുന്ന സംഭാഷണമാണ്, വർത്തമാനമാണ്, കലാമുള്ള എന്നാണ് നമ്മൾ അതിന് പറയുക. അഥവാ സൃഷ്ടാവായ അല്ലാഹുവിന് അവന്റെ അടിമകളോട് ചില വർത്തമാനങ്ങൾ പറഞ്ഞു വെക്കാനുണ്ട്. ആ വർത്തമാനങ്ങൾ ഏറെ അത്ഭുതകരവുമാണ്. കാരണം നമ്മൾ ആലോചിച്ച് നോക്കൂ, 114 അധ്യായങ്ങളുള്ള 6600-ൽ പരം വാചകങ്ങളുള്ള ആയത്തുകളുള്ള ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തെ ആസ്വദിച്ചുകൊണ്ട് ലോകത്ത് കോടിക്കണക്കിന് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നു. ആ ഗ്രന്ഥത്തിലെ ചില വാക്കുകളെ മാത്രം വിശദീകരിക്കാൻ ആയിരക്കണക്കിന് പേജുകളുള്ള ഗ്രന്ഥങ്ങൾ രചിക്കേണ്ടി വന്നിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ചില പദപ്രയോഗങ്ങളുടെ വിശദാംശങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഏറ്റവും നൂതനമായ രീതിയിൽ വിശദീകരിച്ചും ഏറ്റവും നൂതനമായ രീതിയിൽ അവതരിപ്പിച്ചും ഇപ്പോഴും ഗ്രന്ഥങ്ങളും പ്രഭാഷണങ്ങളും മറ്റനേകം മാർഗങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വർത്തമാനം സൂറത്തുൽ കഹ്ഫിന്റെ അവസാനം പറയുന്ന ഒരു വാചകമുണ്ട്, ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി. നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലമാന സാഗരങ്ങളും എന്റെ റബ്ബിന്റെ വാചകങ്ങൾ പകർത്തി എഴുതാനുള്ള മഷിയായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ, നിങ്ങൾ ഈ കാണുന്ന സകലമാന കടലുകളിലെയും വെള്ളം അള്ളാഹുവിന്റെ കലിമത്തിനെ പകർത്തി എഴുതാനുള്ള മഷിയായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ, ഈ പ്രപഞ്ചത്തിലെ വൃക്ഷങ്ങളൊക്കെയും പേരയായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ, ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി, ആ പദങ്ങൾ പകർത്തി എഴുതി തീരും മുൻപേ ഈ സകലമാന സാഗരങ്ങളും വറ്റിയൊടുങ്ങി പോകുമായിരുന്നു.
അപ്പോൾ അത്രമാത്രം ആശയ ഗാംഭീര്യമുള്ള, കേവലം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ ഖത്തം തീർക്കുന്ന, ഒരാവർത്തിയോ രണ്ടാവർത്തിയോ മൂന്നാവർത്തിയോ പാരായണം ചെയ്ത് തീർക്കുന്ന ഒരു ഗ്രന്ഥമായി വിശുദ്ധ ഖുർആൻ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ ഖത്തം തീർക്കാനുള്ള ഒരു ഗ്രന്ഥമല്ല. ഇതിന്റെ ആശയ ഗാംഭീര്യം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കേവലം പാരായണം ചെയ്ത് അടച്ചു വെക്കാനായിരുന്നുവെങ്കിൽ 40 കൊല്ലക്കാലം ആട്ടിടയനും കച്ചവടക്കാരനുമായ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനെ പരീക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. പിന്നെയും 23 കൊല്ലക്കാലം കൊണ്ട് ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ആ 23 കൊല്ലക്കാലത്തിനിടയ്ക്ക് വിശുദ്ധ ഖുർആൻ ഉച്ചരിച്ചതിന്റെയും വിശുദ്ധ ഖുർആൻ കേട്ടതിന്റെയും പേരിൽ എത്ര സഹാബാക്കളാണ് കഠിനമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയരായത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കേവലം പാരായണം ചെയ്യാൻ മാത്രമുള്ള ഒരു ഗ്രന്ഥമായി സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ ഓതി അവസാനിപ്പിക്കാനായിരുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, 40 കൊല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരീക്ഷിക്കേണ്ടതില്ലായിരുന്നു. പിന്നെയും 23 കൊല്ലം കൊണ്ട് അവതരിപ്പിക്കേണ്ടതില്ലായിരുന്നു. അപ്പോൾ അതിന്റെ പിന്നിൽ ഒരു ഗൗരവമുണ്ട്. ആ ഗൗരവം എന്ത് എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിനെ ഏതെങ്കിലും ഒരു തലത്തിൽ ചുരുക്കിക്കെട്ടാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമല്ല എന്നതാണ് അത്ഭുതകരമായ അതിന്റെ അവസ്ഥാവിശേഷം. ഏതെങ്കിലും ഒരു മേഖലയിൽ ചുരുക്കിക്കെട്ടാൻ, ചരിത്രമാണോ? ചരിത്രം പറയുന്നുണ്ട്, പക്ഷെ ചരിത്ര ഗ്രന്ഥമല്ല. രാഷ്ട്രമീമാംസയാണോ? ഭരണകൂടത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പക്ഷെ രാഷ്ട്രമീമാംസയല്ല. കവിതയാണോ? കവിതയെ പോലെ ആശയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്, പക്ഷെ കവിതയല്ല. കഥ പറയുന്നത് പോലെ ആശയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്, പക്ഷെ കഥയല്ല. എല്ലാ അർത്ഥത്തിലുമുള്ള വിശ്വാസികളുടെ ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്ന, സ്പർശിച്ചു നിൽക്കുന്ന എന്നല്ല. സ്പർശിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഉപരിതലം മാത്രമായി പോകും. വിശ്വാസികളുടെ ജീവിതത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുന്ന, ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഒരു കടലിന്റെ അരികിൽ ഒരു കൊച്ചുകുട്ടി ചെന്നാൽ ആ കടലിനെ ആസ്വദിക്കുന്നത് പോലെ വേണമെങ്കിൽ ആ കടലിനെ കണ്ട് ആസ്വദിക്കാം. കടൽ തീരത്തൊരു മനുഷ്യന് ഒരൽപ്പം കടൽ തിരമാലകളിലേക്ക് ഇറങ്ങിയാൽ കാലുകളിലൊക്കെ വെള്ളം പടർന്ന്, നനവ് പടർന്ന് ഒരൽപ്പം കൂടി ആസ്വാദനത്തിലേക്ക് വരാം. കുറച്ചുകൂടി കടന്ന് തിരമാലകളെ കീറിമുറിച്ച് മുന്നോട്ട് പോകാം. പിന്നെയും നല്ല നിപുണനായ പൊങ്ങൽ വിദഗ്ധനാണെങ്കിൽ ആ കടലിന്റെ അഗാധതകളിലേക്ക് ഊളിയിട്ട് മുത്തും പവിഴവും ഒക്കെ ശേഖരിച്ച് മടങ്ങി വരാൻ കഴിയും. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ്. നിങ്ങൾ കേവലം പാരായണം ചെയ്യുന്നവരാണെങ്കിൽ കടൽക്കരയിൽ നിന്ന് കടൽ കാണുന്ന ഒരു കുട്ടിയെ പോലെ മാത്രമാണ്. നിങ്ങൾ അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടെങ്കിൽ, അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും നല്ല മനുഷ്യനാവുക എന്നാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു എന്നാണ് ഹബീബായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഏറ്റവും നല്ല മനുഷ്യനായി മാറുന്നു. ഖൈറുക്കും, നിങ്ങളുടെ ഏറ്റവും നല്ല മനുഷ്യൻ, മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലേക്ക് ആവാഹിക്കുക എന്നാണ്. കാരണം ഈ വിശുദ്ധ ഖുർആൻ, എന്നെ സൃഷ്ടിച്ച എന്റെ റബ്ബ് എന്നോട് ചില വർത്തമാനങ്ങൾ പറയുന്നു. ആ വർത്തമാനങ്ങൾ എന്നോട് പറഞ്ഞത് ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. എന്നോട് പറഞ്ഞ ഈ വർത്തമാനങ്ങളെങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ അള്ളാഹുവിനോടുള്ള ഭയാശങ്കകൾ കൊണ്ട് ആ പർവ്വതം പൊട്ടിത്തകർന്നു പോകുന്നത് താങ്കൾക്ക് കാണാൻ കഴിയുമായിരുന്നു. ഒരു ഉദാഹരണമായിട്ട് പറയാം. നിങ്ങളുടെ മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ കഴിവും ചിന്തയും ബുദ്ധിയും വിവേകവും അറിവും തന്റെ ഇടവുമുള്ള മനുഷ്യ, നീ നിസാരനല്ല. നിനക്ക് ഒരുപാട് കഴിവുകളുണ്ട്, നിനക്ക് അറിവുണ്ട്, തന്റെ ഇടമുണ്ട്, യോഗ്യതയുണ്ട്, വിവേകമുണ്ട്, വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. അങ്ങനെയുള്ള മനുഷ്യന്റെ മുമ്പിലേക്ക് അവതരിപ്പിച്ച ഈ വേദഗ്രന്ഥം ഇതൊരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നുവെങ്കിൽ ആ പർവ്വതമെങ്ങാനും പൊട്ടിത്തകർന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ചില ഉദാഹരണങ്ങൾ നാം അവരോട് പറയും. ആ ഉദാഹരണങ്ങൾ പറയുന്നതിലൂടെ ലഅല്ലഹും യതഫക്കറൂൻ, അവരൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. പർവ്വതത്തിന്റെ മുകളിൽ അല്ലാഹു ഉണ്ടെന്ന് അവതരിപ്പിക്കുമെന്നല്ല.
ആ പർവ്വതം പൊട്ടിത്തകർന്ന അഗ്നിപർവ്വത വിസ്ഫോടനം പോലെ അത് തകർന്നൊഴുകുമെന്നല്ല. പക്ഷെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഗ്രന്ഥമുണ്ടല്ലോ, ആ ഗ്രന്ഥത്തിന് അതിൻ്റെതായ ഒരു ഗാംഭീര്യമുണ്ട്, അതിൻ്റെതായ ഒരു ഗൗരവമുണ്ട്. ആ ഗൗരവത്തെ നിങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. ഏത് അല്ലാഹുവാണ് ഈ ഉദാഹരണം പറയുന്നത്? ഏത് അല്ലാഹുവാണ് ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശഹാദ ഹുവർ റഹ്മാനുർ റഹീം. വളരെ മനോഹരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു തരുന്നു. അതിന്റെ ഒന്നും ഭാഷാന്തരം ഞാൻ പ്രത്യേകിച്ച് പറയണമെന്നില്ല. കാരണം അത്രയേറെ നമ്മുടെ ഉള്ളിൽ ചേർത്ത് വെക്കുന്ന ചില പദപ്രയോഗങ്ങളാണ്. ഈ അല്ലാഹു നിങ്ങളുടെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത് ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ മറ്റൊരു ഇലാഹ് ഇല്ല എന്ന അടിസ്ഥാന ബോധ്യം നിങ്ങളിലുണ്ട്. അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയുടെയും മുമ്പിൽ നമ്മൾ കൈനീട്ടിയിട്ടില്ല. അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയുടെയും മുമ്പിൽ നമ്മുടെ ആരാധനകളോ ദിക്റുകളോ ദുആകളോ പ്രാർത്ഥനകളോ നേർച്ചകളോ അർച്ചനകളോ പൂജകളോ വഴിപാടുകളോ നമ്മൾ സമർപ്പിച്ചിട്ടില്ല. അതെല്ലാം അല്ലാഹുവിന്റെ മുമ്പിലാണ്. ആ അല്ലാഹുവിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് ഏകനായ അല്ലാഹുവാണ്. ഹുവ ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ്. നിങ്ങൾക്ക് ദൃശ്യമേ അറിയൂ, നിങ്ങൾക്ക് ദൃശ്യമേ അറിയൂ. നിങ്ങൾക്ക് അദൃശ്യമായ ഒരു ലോകത്തെ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ കേട്ടിട്ടില്ല, നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അദൃശ്യ ലോകമുണ്ട്. ആ ദൃശ്യലോകത്തിന്റെയും അദൃശ്യലോകത്തിന്റെയും ഉടമസ്ഥനായ, ആ ദൃശ്യലോകത്തെയും അദൃശ്യലോകത്തെയും അറിയുന്നവനായ അല്ലാഹു ഹുവർ റഹ്മാനുർ റഹീം. അവൻ പരമകാരുണ്യവാനും കരുണാവാരിധിയുമാണ്, റഹ്മാനും റഹീമുമാണ്. നമ്മൾ ആവർത്തിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എത്രയോ വട്ടം നമ്മൾ ആവർത്തിച്ചതാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആവർത്തിച്ച പദമായിരിക്കും അത്, നമ്മൾ എങ്ങനെ എടുത്തു നോക്കിയാലും. കാരണം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. ആരാണ് റഹ്മാൻ, ആരാണ് റഹീം? ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യരോടും എല്ലാ ജീവജാലങ്ങളോടും അവൻ അള്ളാഹുവിനെ അനുസരിച്ചു കൊള്ളട്ടെ, അള്ളാഹുവിനെ ധിക്കരിച്ചു കൊള്ളട്ടെ, അള്ളാഹുവിനെ ആക്ഷേപിച്ചു കൊള്ളട്ടെ, അള്ളാഹുവിന്റെ കാരുണ്യം തുല്യമാണ്. നിങ്ങൾ ശ്വസിക്കുന്ന വായു അള്ളാഹു നിഷേധിക്കും കൊടുക്കും. നിങ്ങൾ കുടിക്കുന്ന വെള്ളം അള്ളാഹുവിനെ തള്ളിപ്പറയുന്നവനും കൊടുക്കും. നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സൂര്യന്റെ വെളിച്ചവും ഊർജവും താപവും അള്ളാഹുവിനെ ഉപേക്ഷിച്ചു പോകുന്നവനും അള്ളാഹു കൊടുക്കും. അള്ളാഹു ഇല്ല എന്ന് പറയാൻ ഒരു മനുഷ്യൻ ഉച്ചരിക്കുന്ന അവന്റെ നാവുകളുടെ ശേഷിയും ആ വർത്തമാനത്തിനിടയ്ക്ക് അവൻ ശ്വസിക്കുന്ന ശ്വാസവായുവിന്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. എല്ലാം തുല്യമാണ്. റഹീം എന്ന് പറയുമ്പോ റഹ്മാൻ ഇങ്ങനെയാണെങ്കിൽ റഹീം എന്ന് പറയുന്നത് പരലോകത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു കാരുണ്യമാണ്. ഭൂമിയിൽ അള്ളാഹുവിന് വഴിപ്പെട്ടവർക്ക് വേണ്ടി ആ കാരുണ്യം പരലോകത്തേക്ക് വേണ്ടി അള്ളാഹു മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ റഹ്മാനും റഹീമുമായ ആലിമുൽ ഗൈബി വശഹാദയുടെ ഉടമസ്ഥനായ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. എങ്ങനെയാണ് അതിന്റെ ഭാഷാന്തരം പറഞ്ഞു തീർക്കുക എന്നറിയില്ല. കാരണം നിസ്സാര സമയം കൊണ്ട് പറയാൻ പറ്റുന്ന ഒന്നല്ല. അതിനെ അങ്ങനെ തന്നെ അറബി ഭാഷയിൽ തന്നെ നമുക്ക് പരിചയപ്പെടേണ്ട പദങ്ങളുമാണ്. അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. ആരെല്ലാം എന്തിനെല്ലാം അള്ളാഹുവിൽ പങ്കുചേർക്കുന്നുണ്ടോ അതിൽ നിന്നൊക്കെ മുക്തനായ ഒരു അള്ളാഹു. ഞാനിത് പറയുന്നത് അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് പറയാനല്ല. അള്ളാഹു തന്നെ പറയുന്നു ഈ അസ്മാഉൽ ഹുസ്നയുടെ ഉടമസ്ഥനായ, ഇനിയും പറയുന്നുണ്ട് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. അവൻ ഇങ്ങനെയൊക്കെയാണ്. എങ്ങനെയൊക്കെയെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതൊക്കെയാണ് ഈ അള്ളാഹു. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കൈകളിലേക്ക് വച്ചു തന്ന ഒരു വിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടി? നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് ആ വിശുദ്ധ ഖുർആനിനോട് നിങ്ങൾ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടെയാണ് സൂറത്തു ത്വാഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഒരു മധുര പ്രതികാരത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സൂറത്ത് ത്വാഹയിലെ 126-ാമത്തെ സൂക്തം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് വായിക്കണം. സൂറത്ത് ത്വാഹയിലെ 126-ാമത്തെ സൂക്തം. ആ സൂക്തം നമ്മളോട് സംസാരിക്കും. ആ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖാല കദാലിക അത്തതുക ആയാതുനാ ഫനസീതഹ, അപ്രകാരം എന്റെ ആയത്തുകളെ ഞാൻ നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് തന്നിരുന്നു. എന്റെ ആയത്തുകളെ നിങ്ങളുടെ കൈവെള്ളയിൽ ഞാൻ വെച്ച് തന്നിരുന്നു. ഫനസീതഹ, പക്ഷേ നിങ്ങൾ അതിനെ മറന്നു കളഞ്ഞു. നിങ്ങൾക്ക് ഞാൻ തന്നതാണ്. നിങ്ങളുടെ കയ്യിൽ വിശുദ്ധ ഖുർആന്റെ ലോകത്തെ ഏറ്റവും അധികം ആളുകൾ ഒരേ ഭാഷയിൽ പാരായണം ചെയ്യുന്ന ഈ അത്ഭുതകരമായ ഗ്രന്ഥം നമുക്കും അറിയാം പാരായണം ചെയ്യാൻ. നമുക്കും ഒരുപാട് സമയമുണ്ട്. നമ്മളും ഒരുപാട് കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമ്മൾ എത്ര കണ്ട് സമയം ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ ആ ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. എന്റെ മുന്നിലിരിക്കുന്ന നല്ലൊരു സമൂഹം, നല്ലൊരു സദസ്സ് വിശുദ്ധ ഖുർആൻ അറിയുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ ആളുകളായി ജീവിക്കാനും വിശുദ്ധ ഖുർആനിന്റെ ആളുകളായി മരണപ്പെടാനുമുള്ള തൗഫീഖ് പടച്ച റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പറയുന്നു ഫനസീതഹ, അതിനെ മറന്നു വെച്ചവരുണ്ടല്ലോ, മാറ്റി വെച്ചവരുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ സാധാരണ ഒരു ഉദാഹരണം പറയും. ഒരു പള്ളിയിലെ ഉസ്താദിനെ നോമ്പ് തുറക്കാൻ വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയിട്ട് നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് പോയപ്പോ ഉസ്താദ് വീട്ടിൽ നിന്ന് മടങ്ങിപ്പോയതിനു ശേഷം ആ വീട്ടിലിരുന്ന 500 രൂപ കാണാതായി. സ്വാഭാവികമായിട്ടും ഉസ്താദ് മാത്രം അവിടെ ചെന്നിട്ടുള്ളൂ. ഉസ്താദിനെ അവർ സംശയിച്ചു. അങ്ങനെ ഉസ്താദ് എടുത്തിട്ടുണ്ടാവാം. പക്ഷെ ഉസ്താദിനോട് എങ്ങനെ 500 രൂപ എടുത്തോന്ന് ചോദിക്കും. അത് ഉസ്താദിനെ മോശക്കാരനാക്കുന്നതിന് തുല്യമല്ലേ? അങ്ങനെ ആലോചിച്ച് 1 കൊല്ലം കഴിഞ്ഞു. 1 കൊല്ലം കഴിഞ്ഞ് ഈ 1 കൊല്ലം കഴിഞ്ഞതിന് ശേഷവും ഇവര് ഈ ഉസ്താദിനോട് ഇവരെ ചോദിച്ചിട്ടില്ല. 500 രൂപ ഉസ്താദ് എടുത്തോന്നോ അല്ലെങ്കിൽ കണ്ടോന്നോ ആ ഇവരൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ 1 കൊല്ലം കഴിഞ്ഞ് അടുത്ത വർഷം റമദാനിൽ നോമ്പ് തുറക്കാൻ വേണ്ടി വിളിച്ചപ്പോ ഉസ്താദിന്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദ് ഞങ്ങൾക്ക് ഒരു ചെറിയ നീരസമുണ്ട്. കഴിഞ്ഞ വർഷം ഉസ്താദ് വന്ന് പോയതിനു ശേഷം ഒരു 500 രൂപ കാണാതെ പോയി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് ഉണ്ടല്ലോ, എവിടെ ഉണ്ട്? അത് നിങ്ങളുടെ മേശപ്പുറത്തിരുന്ന ഖുർആനിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പോണ പോക്കിൽ ഈ പൈസ എടുത്ത് ഖുർആനിൽ വെച്ചിട്ടാണ് പോയത്. ഈ ഖുർആൻ കഴിഞ്ഞ് 1 കൊല്ലമായിട്ട് ഇവർ തുറന്നിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഖുർആൻ എപ്പോഴെങ്കിലും തുറന്നിട്ടുണ്ടായിരുന്നെങ്കിൽ 500 രൂപ കാണുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്. വിശുദ്ധ റമദാനിൽ ഖുർആൻ പാരായണം ചെയ്യും. റമദാൻ കഴിഞ്ഞ് അസ്സലാമു അലൈക യാ ശഹ്റു റമദാൻ പറയുന്നതോടുകൂടി അസ്സലാമു അലൈക യാ ഖുർആൻ, ഖുർആനോട് നമ്മൾ സലാം പറയുന്നത്. ഈ മാറ്റിവെക്കലല്ല വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിങ്ങൾ വിശുദ്ധ ഖുർആനെ അവഗണിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ഫനസീതഹ, നിങ്ങൾ അതിനെ മറന്നു കളഞ്ഞല്ലോ. വകദാലികൽ യൗമ തുൻസാ, ഇന്ന് ഞാൻ നിങ്ങളെയും മറന്നു. ഇന്നെനിക്ക് നിങ്ങളെ ഓർമ്മിക്കാൻ നേരമില്ല. ഇന്നെനിക്ക് നിങ്ങളുടെ നേരെ കാരുണ്യത്തിന്റെ നോട്ടമറിയാൻ എനിക്ക് നേരമില്ല. ഇന്നെനിക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ എനിക്ക് സമയമില്ല. കാരണം ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരുന്നതിനെ നിങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കതിന് സമയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത്, പരീക്ഷാ ഹാളിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥി പരീക്ഷയുടെ പേപ്പറുകളൊക്കെ തുന്നിക്കെട്ടി കൊടുക്കാനുള്ള അവസാനത്തെ ബെല്ലടിച്ചു കഴിയുമ്പോൾ എനിക്ക് ഈ ചോദ്യങ്ങളുടെ എല്ലാത്തിന്റെ ഉത്തരം അറിയാമായിരുന്നു, എനിക്ക് കുറച്ചുകൂടി സമയം തരോ എന്ന് ചോദിച്ചാൽ സമയം കിട്ടാൻ പോകുന്നില്ല. എന്നതുപോലെ നമ്മുടെ ജീവിതം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ജീവിതം അവസാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അർ-റഹ്മാൻ, പരമകാരുണ്യവാനാണ്. അല്ലമൽ ഖുർആൻ, അവൻ തന്നെയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചു. ആ ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലമൽ ഖുർആൻ, നിങ്ങൾ അവൻ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഖുർആൻ എന്തിനു വേണ്ടിയാണ് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ വർത്തമാനങ്ങൾക്ക് കാതു കൊടുക്കാതെ വിശുദ്ധ ഖുർആനിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാണ്. അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തതാണ് ആ വ്യത്യസ്തതകളിൽ. അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്ത, നമുക്ക് ചുറ്റും ഒരുപാട് മനുഷ്യർ, ലക്ഷോപലക്ഷം മനുഷ്യരുണ്ട്, കോടാനുകോടി മനുഷ്യരുണ്ട്. പക്ഷെ ആ കോടാനുകോടി മനുഷ്യരിൽ നിന്ന് എല്ലാ മനുഷ്യർക്കും അള്ളാഹു ബുദ്ധി കൊടുത്തു. എല്ലാ കാര്യങ്ങളെയും ജന്മനാ തിരിച്ചറിയാനുള്ള കഴിവ് കൊടുത്തു. നമുക്കൊന്നും എല്ലാവർക്കും കൊടുത്തു. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി കൊടുത്തു. ജന്മനാനുള്ള ശേഷി കൊടുത്തു. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള ശേഷി കൊടുത്തു. ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ശേഷി കൊടുത്തു. ഈ 3 സംഗതികൾക്കും അപ്പുറം വഹിയിന്റെ വെളിച്ചത്തിലൂടെ ദിവ്യപ്രോക്തമായ മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങളെ പഠിപ്പിച്ചു തന്നത് 4ാമത്തെ
നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിനാണ്. ഈ അനുഗ്രഹം ചെറുതാണ്. എത്ര മഹത്തായ അനുഗ്രഹമാണ്! ആ മഹത്തായ അനുഗ്രഹത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാനെങ്ങാനും ഇതിനെ ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ പർവ്വതം പൊട്ടി തകർന്നുമായിരുന്നു എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ലോകത്ത് 2-3 സമീപനങ്ങൾ കാണും. ഒന്നാമത്തെ സമീപനം വിശുദ്ധ ഖുർആനെ സ്വീകരിക്കലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരായത്ത് അവതരിച്ചാൽ ആ ആയത്തിലേക്ക് ജീവിതം കൊണ്ടുവന്ന് ഘടിപ്പിക്കുകയാണ് സത്യവിശ്വാസികൾ. അവരുടെ ജീവിതം പിന്നെ അതാണ്. അതേത് ആയത്തായിക്കോട്ടെ, തങ്ങളുടെ ജീവിതത്തിൽ ആ ആയത്ത് സ്വീകരിക്കുന്നതിലൂടെ എത്ര വലിയ കഷ്ടനഷ്ടങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ശരി, ആ ആയത്തിനെ വിശുദ്ധ ഖുർആനെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. സ്വീകരണത്തിന്റെ സമീപനമാണ് വന്നത്. അതുകൊണ്ടാണല്ലോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം കാന ഖുൽഖുഹു ഖുർആൻ, കാന ഖുർആനു യംശി അലൽ അർദ്. അദ്ദേഹത്തിന്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഓരോ അനക്കങ്ങളും അറിയുന്ന സഹധർമ്മിണി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന മറുപടിയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം ഖുർആനായിരുന്നു, അദ്ദേഹം ഭൂമിയിലൂടെ നടക്കുന്ന ഖുർആനാണ്. നമ്മൾ ഭൂമിയിലൂടെ നടക്കുന്ന ഖുർആനാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടക്കുന്ന ഖുർആനിന്റെ ആശയങ്ങൾ പേര് നടക്കുന്ന ഒരു മിന്നാമിനിങ്ങിന്റെ വെളിച്ചം പോലെയെങ്കിലും ജീവിതത്തിൽ വെളിച്ചം കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അവിടെയാണ് വിശുദ്ധ ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം, വിശുദ്ധ റമളാൻ നമ്മൾ ബന്ധപ്പെടുത്തിയ വിശുദ്ധ ഖുർആനും നമ്മൾ തമ്മിലുള്ള ബന്ധം നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പോ ഒന്നാമത്തെ സമീപനം അള്ളാഹുവിന്റെ ഗ്രന്ഥം, അള്ളാഹുവിന്റെ കലാം, അത് എന്റെ ജീവിതത്തെ നോക്കി കാണുന്നു, അത് എന്റെ ജീവിതത്തിൽ എന്നോട് സംസാരിക്കുന്നു, എന്നോട് സംവദിക്കുന്നു. ആ സംവാദത്തിൽ ഞാനും എന്റെ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധമുണ്ട്, ഞാനും എന്റെ സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധമുണ്ട്, ഞാനും എന്റെ അയൽവാസികളും തമ്മിലുള്ള ബന്ധമുണ്ട്, ഞാനും എന്റെ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സകലമാന സഹജീവികളുമായിട്ടുള്ള ബന്ധമുണ്ട്, മിണ്ടാപ്രാണികളുമായിട്ടുള്ള ബന്ധമുണ്ട്, ഈ പ്രപഞ്ചവും പ്രകൃതിയുമായിട്ടുള്ള ബന്ധമുണ്ട്, അള്ളാഹുവുമായിട്ടുള്ള ബന്ധമുണ്ട്. എല്ലാം എന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് തരുന്ന ഒരു മാലയിൽ കോർത്ത മുത്തുമണികൾ പോലെ എന്റെ ജീവിതത്തെ അള്ളാഹുവിന്റെ നിയമങ്ങൾ കൊണ്ട് മനോഹരമായി കോർത്തു വെച്ചതാണ് വിശുദ്ധ ഖുർആൻ ചെയ്ത പണി. അതാണ് ഒന്നാമത്തെ സമീപനം. രണ്ടാമത്തെ സമീപനം തള്ളിക്കളയലാണ്. വിശുദ്ധ ഖുർആനാണോ പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് നമുക്ക് പറ്റൂല. അത് ഈ ലോകത്തിന്റെ സമീപനം അങ്ങനെയാണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അവരവരുടെ വായകൾ കൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിക്കും. അവരുടെ വായകൾ കൊണ്ട് ഊതിക്കെടുത്താൻ, ഇതിനെ തല്ലിക്കെടുത്താൻ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉയർത്തിപ്പിടിക്കുന്നത് അള്ളാഹുവിന്റെ ദീനാണ്. ഈ ലോകം ഇന്ന് നിലനിൽക്കുന്നത് പലിശയിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയിലാണ്. അപ്പോൾ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തല്ലിക്കെടുത്താൻ ശ്രമിക്കാതെ മറ്റെന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? ഈ ലോകത്തിന്റെ രണ്ടാമത്തെ സാമ്പത്തിക ക്രമം നിലനിൽക്കുന്നത് ആയുധ കച്ചവടത്തിലാണ്. മൂന്നാമത്തെ സംഗതി ലഹരിയുടെ വിപണനമാണ്. നാലാമത്തേത് ചൂതാട്ടമാണ്. ചൂതാട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മക്കളുടെയും പേരക്കുട്ടികളുടെയൊക്കെ കൈകളിലിരിക്കുന്ന മൊബൈലുകളിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഗെയിമുകളുണ്ട്. പണം എറിഞ്ഞും പണം വാങ്ങിയും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ചൂതാട്ടത്തിന്റെ ഒരു ലോകമാണ്. അപ്പൊ ഈ ലോകത്തെങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന കുറെ ഘടനകളുണ്ട്. ആ ഘടനയിൽ അടിസ്ഥാനപരമായി അനിസ്ലാമികമായ, അല്ലെങ്കിൽ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും നിരോധിച്ച ഒരുപാട് ഘടകങ്ങളാണ് അതിൽ ഉൾച്ചേരുന്നത്. അപ്പോൾ പിന്നെ അതിന് നിലനിൽക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വെളിച്ചം പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വെളിച്ചം വന്നാൽ ഇരുട്ട് വഴി മാറിപ്പോണമല്ലോ. വിശുദ്ധ ഖുർആനിന്റെ ചലിക്കുന്ന രൂപങ്ങളായി വിശ്വാസികളൊക്കെയും മാറിക്കഴിഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളായി മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇരുട്ട് വഴി മാറണം. പക്ഷെ ഇരുട്ടിന്റെ ശക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ വെളിച്ചം ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് അവരുടെ താല്പര്യമാണ്. ഞാനതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം അത് ഒരു വലിയ ഗഹനമായ വിഷയത്തിന്റെ ഒരു നാമ്പ് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. മൂന്നാമത്തെ സമീപനം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിനോട് ആളുകൾ സ്വീകരിക്കുന്ന, നമ്മൾ സ്വീകരിക്കുന്ന സമീപനമാണ്. നമ്മൾ ഖുർആനിന്റെ ആളുകളാണെന്ന് പറയും. ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളാണ്, ഞങ്ങൾ ദീനുൽ ഇസ്ലാമിന്റെ ആളുകളാണ്. പക്ഷെ ദീനുൽ ഇസ്ലാമിന്റെ ആളുകളാണ്, ഖുർആനിന്റെ ആളുകളാണ് എന്നൊക്കെ പറയുമ്പോഴും ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ ഒരല്പം മാത്രം എടുത്ത് കാണിക്കാൻ കഴിയും. ഏതെങ്കിലുമൊക്കെ ചില സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആൻ എത്ര അധ്യായങ്ങൾ മനഃപ്പാഠമുണ്ട് എന്ന് ചോദിച്ചാൽ, എത്ര ആയത്തുകൾ, എത്ര സൂക്തങ്ങൾ അറിയാം, എത്ര സൂക്തങ്ങൾ അറിയാമെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ കുറച്ച് സൂക്തങ്ങളാണ് മനഃപ്പാഠം ഉണ്ടാകും. എത്ര സിനിമാ പാട്ട് അറിയാമെന്ന് ചോദിച്ചാലോ നമ്മുടെ മക്കളോടൊന്ന് ചോദിച്ചു നോക്കൂ.
നമ്മുടെ കുട്ടികളോട്, പേരക്കുട്ടികളോട് ചോദിച്ചു നോക്കൂ, ഈ ന്യൂജൻ കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു തുമ്പും വാനുമില്ലാത്ത ഒരുപാട് പാട്ടുകളും ആട്ടവും കൂത്തും ഒക്കെയുള്ള എല്ലാ സംഗതികളും നമ്മുടെ കുട്ടികൾക്ക് മനഃപ്പാടമാണ്. പഴയകാല സിനിമാ പാട്ടുകൾ പലതും നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന പല ആളുകൾക്കും മനഃപ്പാടമാണ്. ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചതാണോ? എവിടെയെങ്കിലും കുത്തിയിരുന്ന് വായിച്ച് പഠിച്ച് ഇതൊന്ന് ബൈഹാർട്ടാക്കണമെന്ന് തീരുമാനിച്ചിട്ട് നേടിയെടുത്തതാണോ? അല്ല. അതേ മനുഷ്യന്റെ നല്ല മനോഹരമായി പാട്ടുപാടുന്ന, നല്ല മനോഹരമായി ആവിഷ്കരിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ മനോഹരമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയില്ലേ നമ്മുടെ മക്കൾക്കും? ഞാൻ പറയുന്നത് വിശുദ്ധ ഖുർആനിന്റെ ആളുകളാണ് എന്ന് ഒരേ സമയം പറയുകയും വിശുദ്ധ ഖുർആനിനെ മൂലക്ക വെച്ച് മാറ്റിവെക്കുകയും ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെ കദാലികൽ യൗമ ഞാൻ ഇന്ന് എനിക്ക് നിങ്ങളെയും നോക്കാൻ നേരമില്ല, ഇന്ന് ഞാൻ നിങ്ങളെ വിസ്മരിച്ചിരിക്കുന്നു, ഈ മധുര പ്രതികാരം അനുഭവിക്കേണ്ടി വരും. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല മനോഹരമായ ഒരു സ്വപ്നം നമ്മുടെ മുമ്പിൽ പറയുന്നത്, വിശുദ്ധ ഖുർആനിന്റെ മാസമായതുകൊണ്ട് ആ സ്വപ്നത്തെ പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ സ്വപ്നത്തെ ഒരിക്കൽ കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളുടെ മുമ്പിൽ ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി മനുഷ്യരൊക്കെ ഹാജരാക്കപ്പെടുമ്പോൾ നഗ്നരായിട്ടാണ് മനുഷ്യർ ഹാജരാക്കപ്പെടുക. ആ നഗ്നരായി ഹാജരാക്കപ്പെടുമ്പോൾ ഒരു ചെറിയ വിഭാഗം ആളുകൾ തലയിൽ കിരീടം ചൂടി ഏറ്റവും പ്രൗഢമായ, ഏറ്റവും ഭംഗിയും വിലയേറിയതുമായ വസ്ത്രം ധരിച്ച് 14-ാം രാവിലെ ചന്ദ്രനെ പോലെ പ്രശോഭിതമായ മുഖവുമായി കടന്നു വരും കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പൊ അവര് അള്ളാഹുവിന്റെ മലക്കുകളോട് ചോദിക്കും, ഞങ്ങളെ അള്ളാഹു എന്തിനാണ് ഇങ്ങനെ ആദരിച്ചത്? ഞങ്ങൾക്ക് എന്തിനാണ് രാജകീയമായ പ്രൗഢിയോടുകൂടി കിരീടം തന്നത്? ഞങ്ങൾക്ക് എന്തിനാണ് ഈ ഏറ്റവും വിലയേറിയ, ഭൂമിയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വിലയേറിയ വസ്ത്രം ഞങ്ങൾക്ക് നൽകിയത്? ഞങ്ങളുടെ മുഖങ്ങളിൽ നിന്ന് എന്താണ് ഈ പ്രശോഭിതമായ ചന്ദ്രനെ പോലെ പ്രകാശം പൊഴിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അള്ളാഹുവിന്റെ മലക്കുകൾ അതിന് കൊടുക്കുന്ന മറുപടി, നിങ്ങളുടെ മക്കളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതിന്റെ പ്രതിഫലനമാണ് എന്നാണ്. പ്രതിഫലമല്ല, പ്രതിഫലനമാണ്. പ്രതിഫലം വേറെ കൊടുക്കും. നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ പേരക്കുട്ടികളെ, നിങ്ങളുടെ കുടുംബാദികളെ വിശുദ്ധ ഖുർആനിന്റെ ആളുകളാക്കി മാറ്റിയതിന്റെ പ്രതിഫലനമാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചത്. പ്രതിഫലം വേറെയാണ്. അത് സ്വർഗാവകാശിയാണ്, സ്വർഗത്തിലാണ്. അതിനു മുമ്പേ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മക്കൾ പഠിച്ചാൽ, നമ്മുടെ പേരക്കുട്ടികൾ പഠിച്ചാൽ, ആ പേരക്കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മൾ എഫർട്ട് എടുത്താൽ, നമ്മൾ അതിന് നിമിത്തമായാൽ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കണം. ഞാൻ അങ്ങനെയാണ് പറയാം. കുട്ടികൾ അവർ വളരുന്ന പ്രായമാണ്. അവരുടെ മുമ്പിൽ ആകർഷകമായ ചില സമ്മാനങ്ങൾ, ഇവിടെ ഇരിക്കുന്ന വല്യപ്പമാര് വല്യമ്മമാരൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യപ്പെട്ട സമ്മാനങ്ങൾ അവർക്ക് ഓഫർ ചെയ്യണം. കുട്ടികൾക്കത് സന്തോഷമാണ്. അവരോട് പറയാം, ഖുർആൻ പഠിക്കണം, ഖുർആനിൽ നിന്ന് ഇത്ര അധ്യായം മനഃപ്പാഠമാക്കണം, ഇന്നത് പഠിക്കണം. അവർ പഠിക്കട്ടെ. ആ പഠനത്തിന്റെ, നിങ്ങൾ കൊടുത്ത ഈ സമ്മാനത്തിനൊക്കെ അപ്പുറം നിങ്ങളുടെ തലകളിൽ കിരീടം ചൂടിയിട്ട് ഹാജരാക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഒരു അനുഗ്രഹം കിട്ടാനുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ വരേണ്ട ഒരു സ്വപ്നമാണ് നമ്മുടെ മക്കളെ ഖുർആൻ പഠിക്കാൻ പ്രേരിപ്പിക്കുക. നമ്മൾ ഖുർആൻ പഠിക്കുക, നമ്മൾ ഖുർആനിന്റെ ജീവിക്കുന്ന ആളുകളായി മാറുക, വിശുദ്ധ ഖുർആനിന്റെ അഹലുകാരായി മരണപ്പെടാൻ ഉള്ള സൗഭാഗ്യം ലഭിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുക. വിശുദ്ധ റമദാൻ അതിനുള്ളതാണ്. വിശുദ്ധ റമദാനിന്റെ ആത്മാവ് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ മാറ്റിവെച്ചുകൊണ്ട് വിശുദ്ധ റമദാൻ ഇല്ല എന്നത് തീർത്തും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ നല്ല അടിമകളായി ജീവിച്ച് നല്ല അടിമകളായി മരണപ്പെടാനുള്ള തൗഫീഖ് നൽകി നമ്മെ തുണക്കുമാറാകട്ടെ.